നമസ്കാരം. ഇന്ത്യൻ ജനാധിപത്യത്തിന് നേരിയ ആശ്വാസം പകർന്നിരിക്കുകയാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം. പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് നിയമ പോരാട്ടത്തിന് ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ ഫലമാണ് ഇപ്പോൾ സുപ്രീം കോടതി EVM വിഷയവുമായി പുതിയ നിലപാടെന്ന് പറയുന്നത്. ഹരിയാനയ്ക്ക് പുറമെ മഹാരാഷ്ട്രയിലും വലിയ EVM അട്ടിമറിയാണ് നടന്നതെന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ ആരോപണം ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പ്രതിപക്ഷം എത്തിച്ചെങ്കിലും അതൊക്കെ തന്നെ BJPക്ക് വേണ്ടി പാടെ തള്ളുന്ന സമീപനമാണ് കമ്മീഷൻ സ്വീകരിച്ചിരുന്നത്. ഇതോടെയാണ് പ്രതിപക്ഷ പാർട്ടികൾ നിയമ പോരാട്ടത്തിന് മുതിർന്നത്. അങ്ങനെ അട്ടിമറി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മുഴുവൻ തെളിവുകളും സുപ്രീം കോടതിയുടെ മുൻപിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് നിരത്തുമ്പോൾ വെട്ടിവിയർക്കുന്ന BJPയാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം EVM ഹർജികളിൽ സുപ്രീം കോടതി അടുത്ത മാസം വാദം കേൾക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. EVM പരിശോധിക്കുന്നതിനുള്ള നയം ആവശ്യപ്പെട്ടുള്ള ഹർജി അടുത്ത വർഷം ജനുവരിയിൽ ജസ്റ്റിസ് ദീപങ്കർ ദത്ത അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് പരിഗണിക്കുമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. ഹരിയാന കോൺഗ്രസ് നേതാവ് നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഈ നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത്. മുൻ ഹരിയാന മന്ത്രിയും 5 തവണ MLAയുമായിട്ടുള്ള കരൺ സിംഗ് ദലാലിൻ്റെയും ലഗൻ കുമാർ സിംഗ്ലയുടെയും ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. പഴയ ബാലറ്റ് പേപ്പർ സംവിധാനം തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യം സഞ്ജീവ് ഖന്നയും ദീപ ബാങ്കർ ദത്തയും അടങ്ങുന്ന ബെഞ്ച് ഏപ്രിലിൽ വിധി പുറപ്പെടുവിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മനീന്ദർ സിംഗ് ഇതേ സമാന ഹർജികൾ നേരത്തെ തള്ളിയിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ ഹർജിയും തള്ളണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കോടതി ഈ ആവശ്യം തള്ളുകയായി. ഏപ്രിൽ 26 വിധിയിൽ EVMകളിൽ കൃത്രിമം കാണിച്ചുവെന്ന സംശയം അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു സുപ്രീം കോടതി പറഞ്ഞത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും 5% EVM നിർമ്മാതാക്കളിൽ നിന്ന് എഞ്ചിനീയർമാരുടെ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. തങ്ങളുടെ ഹർജി തെരഞ്ഞെടുപ്പ് ഫലത്തെ വെല്ലുവിളിക്കുന്നതല്ലെന്നും എന്നാൽ EVM പരിശോധനയ്ക്ക് ശക്തമായ സംവിധാനം വേണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലത്തെ ചോദ്യം ചെയ്യുന്ന പ്രത്യേക തെരഞ്ഞെടുപ്പ് ഹർജികൾ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. 8 ആഴ്ചയ്ക്കുള്ളിൽ പരിശോധന നടത്തുവാനായിട്ട് ഇലക്ഷൻ കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്ന് ഹർജിക്കാർ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹരിയാനയിൽ അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ 90-ൽ 48 സീറ്റുകളും BJP നേടിയിരുന്നു. ജനുവരി 20 ജസ്റ്റിസ് ദത്ത അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഹർജിയിൽ വാദം കേൾക്കുക. EVMകൾക്കെതിരെ പ്രതിപക്ഷം രൂക്ഷമായിട്ടുള്ള വിമർശനം ശക്തമാക്കുന്ന പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിയുടെ ഈ നിർണായക നടപടി എന്നതും ഏറെ ശ്രദ്ധേയമാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.